ഈശോയിൽ പ്രിയ കുഞ്ഞുമക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നന്നായി മനസ്സിലാകുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനുമായിട്ട് ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ. അബ്രാഹത്തെക്കുറിച്ചാണ് ഞങ്ങളിന്ന് പഠിക്കുന്നത്. അബ്രാഹത്തെ പോലുള്ള വിശ്വാസവും അനുസരണയും ഞങ്ങൾക്കുണ്ടാകുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ആഴ്ച എടുത്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാവർക്കും സുഖം തന്നെയാണോ? ഈ കോവിഡ് കാലഘട്ടത്തില് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? വീട്ടില് പഠിക്കുന്നുണ്ടോ? സ്കൂളിലേക്കുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുകയും സ്കൂളിലേക്കുള്ളതൊക്കെ പഠിക്കുകയും ചെയ്യണം. ശനിയാഴ്ച ദിവസം നമ്മൾ വേദോപദേശം പഠിക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ഒരു ദിവസം മാത്രമാണ് മാറ്റിവെക്കുന്നത്. ആ ദിവസം നിങ്ങൾ മാറ്റിവെക്കില്ലേ? ശനിയാഴ്ച ഒരു ദിവസം നമ്മൾ വേദോപദേശം പഠിക്കാനായിട്ട് മാറ്റിവെക്കണം. എന്നാലാണ് ഞായറാഴ്ചത്തെ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ഒരുങ്ങി വരാനും അതിനൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനും ഒക്കെ നിങ്ങൾക്കൊരു ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ് അല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. വേദസ്യ പുസ്തകങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? എടുക്കുന്ന പാഠങ്ങള് എല്ലാ ദിവസവും അത് വായിച്ചു നോക്കണം. പാഠം എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലിരുന്ന് ആ പാഠങ്ങളൊക്കെ വായിച്ചു നോക്കണം. എന്നാലേ നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. ഇന്ന് മാഷ് നിങ്ങൾക്ക് പാഠപുസ്തകം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താണ് പഠിപ്പിക്കാൻ പോണത്? ഇന്ന് നിങ്ങൾക്കൊരു കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ? എന്നാ ഞാൻ ഇന്ന് നിങ്ങളോടൊരു നല്ല കഥ പറയാം. വിശ്വാസത്തിന്റെയും അനുസരണത്തിലും ജീവിച്ച ഒരു വ്യക്തിയുടെ കഥ. നമ്മൾ അബ്രാഹത്തെ കുറിച്ചും സാറയെ കുറിച്ചും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്രാഹത്തിന്റെയും സാറയുടെയും മകനായ ഇസഹാക്കിന്റെ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അബ്രാഹം എത്ര വയസ്സായെന്നാണ് നമ്മൾ പറഞ്ഞത്? 100 വയസ്സ് കഴിഞ്ഞു അബ്രാഹത്തിന്. സാറയ്ക്ക് ഏകദേശം ഒരു 97-98 വയസ്സായിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു വടികുത്തി കൂഞ്ഞു നടക്കുന്ന സാറായ്ക്കും അബ്രാഹത്തിനും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് 3 ദൈവദൂതന്മാര് അവരോട് സംസാരിച്ചത്. അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്കറിയാം, എന്നെങ്കിൽ നമ്മൾ ഈ അബ്രാഹം എവിടെ വെച്ചാണ് ഈ ദൈവദൂതന്മാരെ കണ്ടതെന്ന് നിങ്ങൾക്കറിയോ? അബ്രാഹം വീടിന്റെ മുറ്റത്തും പറമ്പിലൂടെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മരത്തിന്റെ ചോട്ടില് 3 ആളുകൾ ഇരിക്കുന്നത് കണ്ടു. സ്വാഭാവികമായിട്ടും വളരെ ക്ഷീണിച്ച് ഇരിക്കുന്ന ആളുകളെ കണ്ടപ്പോ അബ്രാഹം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഈ മരത്തിന്റെ ചോട്ടിൽ നിങ്ങൾ എന്താണ് ഇത്ര വിഷമിച്ചൊക്കെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ കുറെ ദൂരെ നിന്ന് വരുന്നതാണ്, ഞങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരിക എന്ന് പറഞ്ഞു.
അപ്പൊ അബ്രാഹത്തിന് അവരോടൊരു അലിവ് തോന്നി. അബ്രാഹം എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, നിങ്ങൾ 3 പേരും ഇന്ന് എൻ്റെ വീട്ടിൽ താമസിച്ചോ. അതിനുശേഷം നമുക്ക് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി നാളെ കാലത്ത് തന്നെ നിങ്ങൾ പോകേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാം. ഇത് കേട്ട വഴി അവർ 3 പേരും സമ്മതിച്ചു. സുഖമായി ഉറങ്ങാനും നല്ല സാപ്പാടും തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അബ്രാഹം എന്ത് ചെയ്തു? അവരെ 3 പേരെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം അവരോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്ന് അവർക്ക് കിടക്കാനുള്ള കിടക്കയൊക്കെ സാറ വിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ കിടക്കാൻ പോവുകയാണ്. കിടക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു? സാറ അബ്രാഹത്തിനുള്ള ബെഡ് വിരിക്കാനായിട്ട് കിടക്കയൊക്കെ വിരിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ആ നേരത്ത് ഈ 3 ദൈവദൂതന്മാര് അല്ലെങ്കിൽ ഈ 3 മനുഷ്യര് അബ്രാഹത്തിനെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അബ്രാഹമേ, നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കും. അടുത്ത വർഷം ഇതേ സമയത്ത് നിനക്കൊരു കുഞ്ഞ് ജനിക്കും. അബ്രാഹത്തിന് ഇത് കേട്ടപ്പോ വളരെ വിശ്വാസമായി. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ 90-ആം വയസ്സിലും 100-ആം വയസ്സിലൊക്കെ ഒരു കുഞ്ഞ് ജനിക്കും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാവുമോ? നമ്മളാരും വിശ്വസിക്കില്ല. നമ്മളത് ചിരിച്ചു തള്ളുള്ളൂ. എന്നാൽ അബ്രാഹം അത് വിശ്വസിച്ചു. സാറയാകട്ടെ വാതിലിന്റെ മറയിൽ ഒളിഞ്ഞു നിന്ന് ഈ ദൂതന്മാരെന്താ പറയണേന്നുള്ളത് ശ്രദ്ധിച്ചു കേട്ടിരുന്നു. അവള് തൻ്റെ മനസ്സിൽ ചിരിച്ചു. ഈ 97-ആം വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നോ? നന്നായിട്ടുണ്ട്. ദൈവദൂതന്മാർ പറഞ്ഞു, സാറായ്ക്ക് നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കും എന്നുള്ള വിവരം ദൈവദൂതന്മാർ പറഞ്ഞു. അതിനുശേഷം ദൈവദൂതന്മാർ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഈ മനുഷ്യർ കിടന്നുറങ്ങി. നേരം വെളുക്ക് എഴുന്നേറ്റ് അവർക്ക് ചായയും ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അവരെ യാത്രയാക്കി വിട്ടു. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു പോയി. 1 വർഷം കഴിഞ്ഞു, കഴിയാറായി. അവർ പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും സാറ ഗർഭിണിയായി. സാറ ഗർഭിണിയായപ്പോൾ സാറയ്ക്ക് ഭയങ്കര അത്ഭുതമായി. ഇത്രയും വയസ്സായി ഞാൻ ഗർഭിണിയായിരിക്കുന്നു. അങ്ങനെ കാലത്തിന്റെ തികവില് ഏകദേശം 9 മാസമൊക്കെ കഴിഞ്ഞ് 10 മാസക്കാരായപ്പോൾ സാറയ്ക്ക് പ്രസവ സമയമായി. സാറ പ്രസവിച്ചു. നല്ല സുന്ദരനായ തുടുത്ത ഒരു ആൺകുഞ്ഞ്. അബ്രാഹത്തിനും സാറായ്ക്കും ഇതിൽ പരം സന്തോഷിക്കാൻ എന്തിരിക്കണം? ഇത്രയും വയസ്സായിട്ടും തനിക്ക് ഒരു കുഞ്ഞു പോലും ലഭിക്കാതിരുന്ന ദൈവം ഞങ്ങൾക്ക് ഈ വയസ്സാകാലത്ത് ഞങ്ങളെ നാണക്കേടിൽ നിന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതാ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിരിക്കണം. അവർക്ക് അത്യധികം സന്തോഷമായി. നമുക്കായാലും അങ്ങനെയല്ലേ? കുറേ കാലം മക്കളില്ലാതിരുന്ന ദമ്പതിമാരെന്ത് ചെയ്യും? അവർ കുറേ പ്രാർത്ഥിച്ചിട്ട് അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് എന്തോരം സന്തോഷം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അബ്രാഹവും സാറയും വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ ഇരിക്കെ കാലം കുറെ കഴിഞ്ഞു പോയി. ഇസഹാക്ക്, ആ കുഞ്ഞിനെ അവർ ഇസഹാക്ക് എന്നാണ് പേരിട്ടത് കേട്ടോ. ഈ കോമളനായ യുവാവിന്, ഈ കുഞ്ഞിന് ഇസഹാക്ക് എന്നാണ് അബ്രാഹവും സാറയും പേരിട്ടത്. അതിനുശേഷം എന്ത് ചെയ്തു? കുഞ്ഞിങ്ങനെ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. പതുക്കെ വലുതായി. അങ്ങനെ 4-5 വയസ്സൊക്കെ ആയി. 5 വയസ്സ് 6 വയസ്സൊക്കെ അവരായി കഴിഞ്ഞപ്പോൾ അവൻ നല്ല സ്കൂളിൽ പോകുന്ന പാകമൊക്കെ ആയി തുടങ്ങി. ആ അവസരത്തില് ദൈവം പതുക്കെ അബ്രാഹത്തിനെ വിളിച്ചു. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ, ഞാൻ നിന്നെ പരീക്ഷിക്കാൻ പോവുകയാണെന്ന് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് അബ്രാഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ പറയുന്ന ഈ ദേശം, അതായത് മോറിയ എന്ന ദേശത്തേക്ക് നീ നിന്റെ മകനെയും കൂട്ടിക്കൊണ്ട് പോകണം. അവിടെ ആ മലയുടെ മുകളിൽ ചെന്നിട്ട് എനിക്ക് വേണ്ടി അവനെ നീ ദഹനബലിയായി അർപ്പിക്കണം. ഇത് കേട്ട വഴി അബ്രാഹത്തിന്റെ ഉള്ളൊന്ന് നടുങ്ങി. നടുങ്ങാതിരിക്കുവോ? ഇത്രയോ വയസ്സായി ഇരുന്നതിന് ശേഷം പ്രാർത്ഥിച്ച് അവസാനം ദൈവം ഒരു കുഞ്ഞിനെ തന്നതാണ്. അതിനിതാ 4-5 വയസ്സ് 5-6 വയസ്സായപ്പോ ദൈവം പറയണു അവനെ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ പറയാണ്. അപ്പോ അബ്രാഹത്തിന് അത്രയധികം വിഷമം തോന്നി. എങ്കിലും ദൈവം തന്ന കുഞ്ഞിനെ തന്നെയല്ലേ ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിനെ ദൈവത്തിന് തന്നെ കൊടുക്കാൻ അബ്രാഹം തീരുമാനിച്ചു.
പക്ഷെ സാറയോട് ഈ വിവരം പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ അമ്മമാരോട് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ പറയില്ല. പറഞ്ഞാൽ അമ്മമാർ സമ്മതിക്കില്ല. അതുകൊണ്ട് അബ്രാഹാം എന്ത് ചെയ്തു? ആരോടും സംസാരിച്ചില്ല. അബ്രാഹത്തിന്റെ ഉള്ളില് പെരുമ്പറ കൊട്ടുന്നത് പോലെയാണ് ദുഃഖവും പ്രയാസവും, അങ്ങനെ വല്ലാത്ത വിഷമങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പോലും അബ്രാഹത്തിന് കഴിഞ്ഞില്ല. ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റണില്ല. സാറ് ചോദിച്ചു, ഇന്ന് എന്തേ നിങ്ങൾക്ക് ഇത്ര വിഷമം? നിങ്ങൾ എന്താ ഭക്ഷണം ഒന്നും കഴിക്കാതെ? അപ്പൊ സാറോട് അബ്രാഹാം പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരു കണക്കിന് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ് നേരം വെളുപ്പിച്ചു. നേരം വെളുത്ത് പതിവ് പോലെ എഴുന്നേറ്റു. അപ്പോൾ ദഹനബലിക്കുള്ള വിറകുണ്ടാക്കാൻ തുടങ്ങി. അബ്രാഹാം അവിടെ കിടന്നിരുന്ന വിറകുകളെല്ലാം കീറി ഒരു കെട്ടാക്കി വെച്ചു. എന്നിട്ട് തൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നമ്മൾ ഇന്ന് മോറിയ മലയിൽ പോയി ദൈവത്തിന് ബലി അർപ്പിക്കാൻ പോവുകയാണ്. അപ്പം അവന് സന്തോഷമായി. അപ്പൻ്റെ കൂടെ മലയൊക്കെ കയറി ഇങ്ങനെ നടന്ന് കാടും മലയൊക്കെ കയറി നടന്ന് അവിടെയൊക്കെ കാണാൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള സന്തോഷം. അവൻ വളരെ സന്തോഷവാനാണ്. സാറോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന് ദഹനബലി അർപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിയുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തും എന്നും പറഞ്ഞിട്ട് അബ്രാഹാം സാറയോട് പറഞ്ഞു, ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ വിറക് കെട്ടിവെച്ചതെടുത്ത് മകന്റെ തലയിൽ വെച്ച് കൊടുത്തു. ദഹനബലിക്കുള്ള കത്തിയും തീയും അബ്രാഹാം തന്നെ കയ്യിൽ കരുതി. എന്നിട്ട് അബ്രാഹാം മുമ്പേ നടന്നു. അബ്രാഹത്തിന്റെ പിന്നാലെ ഈ കുഞ്ഞു മകൻ ഈ വിറകും ഏറ്റിക്കൊണ്ട് ഇങ്ങനെ മോറിയ മലയിലേക്ക് നടക്കുകയാണ്. കുറേ ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് കുറേ ദൂരം എത്തിയപ്പോ മകൻ പെട്ടെന്ന് നിന്നു. മകൻ അപ്പനെ വിളിച്ചു, അപ്പാ നമ്മൾ ബലിയർപ്പിക്കാനല്ലേ പോണത്? ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെയാ? വിറക് മാത്രമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ, തീയും നമ്മുടെ കയ്യിലുണ്ട്, കുഞ്ഞാട് എവിടെയാ? ആ ഹൃദയം, അബ്രാഹത്തിന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പക്ഷെ വിഷമമൊന്നും പുറത്ത് കാട്ടാതെ അബ്രാഹാം മോനോട് പറഞ്ഞു, മോനെ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ദൈവം തരും, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരും. അവന് സന്തോഷമായി. അവൻ അപ്പൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. മലമുകളിലേക്ക് നടക്കുകയാണ്. പക്ഷേ അബ്രാഹാം ഒന്നും മിണ്ടുന്നില്ല. അബ്രാഹത്തിന്റെ മനസ്സ് നീറിപ്പുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ മകൻ മരിക്കും, തൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കും. അത് ഓർത്തിട്ട് അവന് ഒരു സമാധാനമില്ലാതെ പോകുന്നത്. അങ്ങനെ അവർ നടന്ന് മലയുടെ മുകളിലെത്തി. അവിടെ മകനോട് പറഞ്ഞു, വിറക് ഇവിടെ ഇറക്കി വെക്കാൻ പറഞ്ഞു. മകൻ ആ വിറകൊക്കെ അവിടെ ഇറക്കി വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അബ്രാഹാം ബലിയർപ്പിക്കാനായി ഒരു ബലിപീഠം പണിതു. ബലിപീഠം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വിറകൊക്കെ അടക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ കയറെടുത്ത് തൻ്റെ മകൻ്റെ കാലുകളും കൈകളും ബന്ധിച്ചിട്ട് ഈ വിറകിൻ്റെ മുകളിൽ കിടത്തി. അപ്പം മകൻ ചോദിച്ചു, മകനാകെ വിഷമായി. മകന് തോന്നി, എന്നെ ആയിരിക്കുമോ കൊല്ലുന്നത് എന്നൊരു സംശയം തോന്നിയിരുന്നു. പക്ഷേ അവൻ മിണ്ടാതെ കിടക്കുകയാണ് ചെയ്തത്. അബ്രാഹത്തിന്റെ മനസ്സിൽ അത്രയും പ്രയാസമാണ്. മകനോട് സംസാരിക്കാൻ പോലും കഴിയാത്ത അത്രയും വിഷമമാണ്. അബ്രാഹാം തൻ്റെ മകന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അബ്രാഹത്തിന്റെ കണ്ണിൽ നിന്നും 2 കണ്ണുനീർ ആ മകന്റെ ദേഹത്ത് വീണു. മകന്റെ കണ്ണിൽ നിന്ന് 2 കണ്ണുനീർ ഭൂമിയിലും പതിച്ചു. ഉടനെ പിന്നെ അധികം നേരം കാത്തു നിൽക്കാനായിട്ട് അബ്രാഹത്തിന് കഴിഞ്ഞില്ല. തൻ്റെ മനസ്സ് പതറിപ്പോകുന്നതിന് മുമ്പ് തന്നെ അബ്രാഹാം കത്തി വലിച്ചുപോയി. തൻ്റെ മകനെ കൊല്ലാനായി ആകാശത്തിലേക്ക് കത്തി ഉയർത്തി. ഉടനെ തന്നെ ആകാശത്തിനൊരു ദൈവദൂതൻ അബ്രാഹത്തോട് പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. നിന്റെ സ്വന്തം പുത്രനെ പോലും എനിക്ക് വേണ്ടി ബലി കഴിക്കാൻ നീ തയ്യാറായതിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അബ്രാഹാം തിരിഞ്ഞു നോക്കി. മുൾച്ചെടികൾക്കിടയിൽ
കൊമ്പൊടുക്കി കിടക്കുന്ന ഒരു ആട്ടിൻകുഞ്ഞിനെ അബ്രാഹാം കണ്ടു. തൻ്റെ മകനെ ആ വിറകിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് കയറൊക്കെ അഴിച്ച് മാറ്റി നിർത്തിയ ശേഷം ആ കുഞ്ഞാടിനെ പിടിച്ച് ബന്ധിച്ച് ആ കുഞ്ഞാടിനെ തൻ്റെ മകന് പകരമായി ഈശോയ്ക്ക് ബലിയർപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ അബ്രാഹാം വിജയിച്ചു. ഇതിന് സമ്മാനമായിട്ട് ഇതിൽ സംപ്രീതനായ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അബ്രാഹാം ഈ ലോകത്തിലെ എല്ലാ ജനതകളുടെയും പിതാവായി മാറി. ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണയുമാണ് അബ്രാഹത്തെ ഈ എല്ലാ ജനതയുടെയും പിതാവാക്കി മാറ്റിയത്. ആദ്യം ദൈവം അബ്രാഹത്തോട് പറഞ്ഞത് തിന്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാവരെയും വിട്ടിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ സാറായെയും കൂട്ടി അതേപടി അനുസരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞത് വിശ്വസിച്ച് അബ്രാഹാം യാത്ര പുറപ്പെട്ടു. അതേപോലെ തന്നെ തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്കൊരു കുഞ്ഞ് ജനിക്കൂ എന്ന് പറഞ്ഞപ്പോഴും അബ്രാഹാം അത് വിശ്വസിച്ചു. തൻ്റെ പൊന്നോമന പുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് ദൈവം പറഞ്ഞപ്പോഴും അത് അതേപടി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. ഈ വിശ്വാസവും അനുസരണയുമാണ് അബ്രാഹത്തെ വലിയ ഒരു ജനതയുടെ പിതാവാക്കി തീർത്തത്. നമുക്കും ഇതേപോലെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ആ അവസരത്തിലൊക്കെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാതുകൊടുക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ നമ്മുടെ ദൈവം എന്തുമാത്രം അനുഗ്രഹിക്കും. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും വിശ്വാസത്തെക്കുറിച്ച് ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ അബ്രാഹത്തിൻ്റെ ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള പാട്ടുകളും ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഒരു പാട്ടിൻ്റെ 4 വരി മാഷ് പാടാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എൻ്റെ കൂടെയുള്ളതാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അബ്രാഹത്തെ പോലെ വിശ്വാസത്തിലും അനുസരണത്തിലും ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ മാഷോട് ചോദിക്കാവുന്നതാണ്. ഈ കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി മാഷ അയക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങളും നിങ്ങൾ അയക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, അബ്രാഹത്തിനെയും സാറയെയും ഇസ്ഹാക്കിനെയും കുറിച്ച് ഞങ്ങളിന്ന് കേട്ടു. പൂർവ്വപിതാവായ അബ്രാഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെക്കുറിച്ച് ഞങ്ങളിന്ന് മനസ്സിലാക്കി. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് ഏത് പ്രതിസന്ധികളിലും വിശ്വാസവും അനുസരണയും ദൈവത്തോട് കാണിക്കുവാനും അതിലൂടെ ഞങ്ങളുടെ ജീവിതം കൂടുതൽ ധന്യമാക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.